റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദുബായിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകും, ഇടയ്ക്കിടയ്ക്കല്ല മിക്കവാറും പോകാറുള്ള ഒരാളാണ്. ഓരോ തവണ പോകുമ്പോഴും ദുബായിൽ ഭയങ്കര മാറ്റങ്ങളാണ്. നമുക്ക് പല സ്ഥലത്തും ഇങ്ങനെ മാറി മാറി ഉള്ള കാഴ്ചകളാണ് കാണുന്നത്, സംഭവങ്ങളൊക്കെ. അവിടെയും നമ്മൾ ഈ പറഞ്ഞ പോലെ ദുബായ് 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 എന്നുള്ളൊരു പേരാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. നമ്മൾ UAE എന്ന് പോലും അല്ല പറയുന്നത്. അതും ദുബായുടെ മാർക്കറ്റിങ്ങിൻ്റെ ഒരു വലിയൊരു എക്സാമ്പിളാണ്. ദുബായ് ദുബായ് എന്നാണ് പറയുന്നത്. നമ്മൾ അബുദാബി പറയുന്നില്ല, അല്ലെങ്കിൽ റാസൽ ഖൈമ പറയുന്നില്ല, ഉമ്മൽ ഖൈം പറയുന്നില്ല, വേറെ പല എമിറേറ്റ്സുകളും ഉണ്ട്. ഇതെല്ലാവരും കൂടെ ചേർന്ന ഒരു യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്ന ഒരു രാജ്യമാണ് എന്നുള്ള പലപ്പോഴും ആൾക്കാർ മറന്നുപോയി ദുബായ് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതും ദുബായുടെ ഒരു വലിയ സക്സസ് ആണ്. അതെ, തീർച്ചയായിട്ടും. ദുബായ് മാത്രമല്ല, ഇപ്പോൾ ദുബായിലേക്കാൾ വലിയ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് റാസൽ ഖൈമയാണ്. റാസൽ ഖൈമയിലാണ് ലോകത്തെ എനിക്കുന്നു മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും വലിയൊരു കാസിനോ വരുന്നുണ്ട്. ദെൻ ഉമ്മൽ ഖൈം ഡെവലപ്പ് ആവുന്നുണ്ട്. അബുദാബിയിൽ ഇപ്പോൾ നല്ല നല്ല പ്രൊജക്റ്റുകൾ അബുദാബിയിൽ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ദുബായിൽ ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ മലയാളികളുള്ളത് അബുദാബിയിലാണ്. അല്ലെങ്കിൽ ഷാർജയിലും ഉണ്ട്, പക്ഷേ അബുദാബിയിലാണ് പോപ്പുലേഷൻ കുറച്ചും കൂടി കൂടുതലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം ഇപ്പോൾ ഷാർജയിൽ ജീവിക്കുന്ന പല ആളുകളും ജോലി ചെയ്യാനായിട്ട് ദുബായിലേക്കാണ് വരുന്നത്. അവരൊരു താമസത്തിന് വേണ്ടി മാത്രമാണ് ഷാർജ നിൽക്കുന്നത്. അവരുടെ ജോലിയും ബിസിനസ്സും ഒക്കെ ദുബായ് തന്നെയായിരിക്കും. അതുപോലെ അജ്മാനും അത്ര ഇതല്ല, ഒരു താമസം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷേ അബുദാബി അങ്ങനെയല്ല. അബുദാബി അവരുടെ ക്യാപിറ്റലാണ്, വലിയ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ. അവിടെയൊന്നും പ്രോപ്പർട്ടീസ് കിട്ടാനില്ല, ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസ് കിട്ടാനില്ല. അപ്പോൾ അവിടെയൊക്കെ നല്ല ലോഞ്ചുകളാണ് വരാൻ പോകുന്നത്. നമ്മളുടെ ശോഭയുടെയൊക്കെ ലോഞ്ചുകളൊക്കെ അവിടെ വരാൻ പോകുന്നുണ്ട്. അവിടെ അബുദാബി എയർപോർട്ടിൻ്റെ ഒക്കെ അടുത്തൊക്കെ ആയിട്ട് തന്നെ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വൈകാതെ തന്നെ വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് വികസനങ്ങളാണ് ആ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. UAE താമസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞല്ലോ, ഒന്നെങ്കിൽ കയ്യിൽ പൈസ വേണം, ഇല്ലെങ്കിൽ ലോൺ എടുക്കണം. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ നമുക്ക് ഒരു സ്ഥലമോ വീടോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനായിട്ട്? ഓഫ് പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് പേയ്മെൻറ്റ് പ്ലാനുകൾ നൽകുന്നുണ്ട്. ഇപ്പോൾ ഓഫ് പ്ലാനിൽ നമ്മളൊരു EMI പോലെയാണോ? EMI പോലെ. EMI എന്ന് പറയുമ്പോൾ അതിനകത്ത് പലിശ കൂടി കയറി വരുന്നുണ്ട്. ഇതിനകത്ത് പലിശ ഒന്നും കയറി വരുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മുടെ നാട്ടിൽ പ്രോപ്പർട്ടി മേടിച്ചിട്ട് നമ്മൾ ഓരോ പണിയുടെ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ പൈസ കൊടുക്കുന്ന ഒരു സ്കീമിൽ, അതേപോലെ തന്നെ ഇവിടെയും ഒരു പേയ്മെൻറ്റ് പ്ലാനുകളാണ് വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പ്രോപ്പർട്ടി കണ്ടു, ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് 2028 29 ആയിരിക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് വരാൻ. ഓഫ് പ്ലാൻ പ്രോപ്പർട്ടീസ് ആയിരിക്കും. അപ്പോൾ നമ്മളത് ബുക്ക് ചെയ്യുന്നു. ബുക്ക് ചെയ്യാനായിട്ട് ദുബായ് നിയമപ്രകാരം DLD ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിയമപ്രകാരം 20% ബുക്കിംഗ് എമൗണ്ടും 4% രജിസ്ട്രേഷൻ ഫീസും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി നമ്മളുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്തെടുക്കാം. സെല്ലർ പർച്ചേസ് എഗ്രിമെൻറ്റ് എന്ന് പറയും, SPA ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രീ ഉക്കൂതും കാര്യങ്ങളും, നമ്മുടെ ആധാരത്തിനെ പറയുന്ന പേരാണ് ഉക്കൂത് എന്ന് പറഞ്ഞാൽ, ഈ സാധനമൊക്കെ നമുക്ക് കിട്ടും. നമ്മുടെ നാട്ടിലെ പോലെ എല്ലാം കഴിഞ്ഞിട്ടല്ല രജിസ്റ്റർ ചെയ്യുന്നത്. തുടക്കത്തിൽ തന്നെ 4% കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പൈസ ഇപ്പോൾ ഒരു 6 മാസത്തിൽ 10% വെച്ച് അടച്ചാൽ മതി, അല്ലെങ്കിൽ ഓരോ മാസം ഓരോ ശതമാനം വെച്ച് അടയ്ക്കുക. അങ്ങനെയൊക്കെയുള്ള പേയ്മെൻറ്റ് പ്ലാനുകൾ അതാത് കമ്പനികൾ ചെയ്യുന്നത്. അപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ ഈ പൈസ കൊടുക്കണ്ട. പല ഘട്ടങ്ങളായിട്ട് ചെറിയ EMI പോലെ ഓരോ മാസമാണെങ്കിൽ മാസം, അല്ലെങ്കിൽ വർഷത്തിലാണെങ്കിൽ വർഷം. അപ്പോൾ അങ്ങനെ അടച്ച് വേണമെങ്കിൽ നമുക്ക് പോവാം. ചില കമ്പനികൾ, ചില ധനൂപ് പോലെ അല്ലെങ്കിൽ സമാന പോലുള്ള ചില കമ്പനികൾ നമുക്ക് പ്രോപ്പർട്ടി നമ്മുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞ ശേഷവും ഒരു 3-4 വർഷം പോസ്റ്റ് പേയ്മെൻറ്റ് പ്ലാനും കൂടി ഉണ്ട്. അതായത് ലോൺ എടുക്കണ്ട, പ്രോപ്പർട്ടി നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷവും ഓരോ ശതമാനം വെച്ച് നമുക്ക് അതിൻ്റെ ബാക്കി പൈസ അടയ്ക്കാവുന്ന സംവിധാനങ്ങൾ ആ കമ്പനികൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പേയ്മെൻറ്റ് പ്ലാനുകളും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്.